ഒരൊറ്റ ട്രേഡ് കാരണം എനിക്ക് നഷ്ടമായത് ഏതാണ്ട് 7 ലക്ഷം രൂപയോളമാണ്. ഒരാഴ്ചത്തേക്ക് ഞാൻ ആകെ തകർന്നുപോയി. ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. ആ ട്രേഡിനെ കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും ആലോചിച്ച് എനിക്ക് ടെൻഷൻ അടക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു പണം കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന 1000 കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഞാൻ വീണ്ടും വിഷമിക്കും. പക്ഷെ ഒറ്റ നഷ്ടം എന്റെ ജീവിതത്തിലെ ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു തെറ്റായി മാറി. മിക്ക ഇൻവെസ്റ്റേഴ്സിനും അവർക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കാൻ വളരെ പേടിയാണ്. പക്ഷെ ആ ഒരു പേടി രഹസ്യമായിട്ട് അവരുടെ പോർട്ട്ഫോളിയോ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നഷ്ടങ്ങളെ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ വിജയ സാധ്യതകൾ കണ്ടെത്താനുള്ള ഏറ്റവും മികച്ച ഡാറ്റയാക്കി മാറ്റുന്ന പവർഫുൾ മൈൻഡ് സെറ്റ് ഷിഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നിങ്ങൾ വാങ്ങിയ ഒരു സ്റ്റോക്ക് താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തോന്നുന്ന വികാരം എന്താണ്? ടെൻഷനാണോ, ദേഷ്യമാണോ, അതോ വയറ്റിൽ നിന്ന് ഒരു എരിച്ചിലാണോ? ഒരുപക്ഷെ നിനക്ക് തെറ്റി, വീണ്ടും തെറ്റുപറ്റി എന്ന് മനസ്സിലിരുന്ന് ആരോ മന്ത്രിക്കുന്ന പോലെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാറുണ്ട്. എന്റെ ഇൻവെസ്റ്റിംഗ് യാത്രയുടെ തുടക്കത്തിൽ ഈ ശബ്ദമായിരുന്നു എന്റെ സ്ഥിരം കൂട്ടാളി. തെറ്റുപറ്റുന്നത് എനിക്ക് വെറുപ്പായിരുന്നു. അതൊരു പേഴ്സണൽ ഫെയിലർ ആയിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. മാർക്കറ്റിൽ വിജയിക്കാൻ മാത്രം ബുദ്ധിയില്ല എന്നതിന് അടയാളമായിട്ട് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പേടിയാണ് ഏറ്റവും വിനാശകാരിയായിട്ടുള്ള വികാരം. മിക്കവാറും എല്ലാവരും ഇതിലൂടെ കടന്നുപോയിട്ടുണ്ട്. സത്യത്തിൽ മിക്ക റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും പണം നഷ്ടപ്പെടുന്നത് അവർക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവരുടെ സ്വന്തം സൈക്കോളജി കൊണ്ടാണെന്ന് മാത്രം റിപ്പോർട്ടുകൾ സ്ഥിരമായി കാണിക്കും. ഈ പേടി നമുക്ക് മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാക്കുക മാത്രമല്ല, നമ്മുടെ പണം കൊണ്ട് വിഡ്ഢിത്തങ്ങൾ ചെയ്യിപ്പിക്കാനും ഇതിന് സാധിക്കും. ഇതെന്റെ അഭിപ്രായത്തിൽ പോർട്ട്ഫോളിയോയുടെ നാശത്തിന്റെ ട്വിൻ സൈൻസിലേക്ക് നമ്മളെ നയിക്കുന്നു. ഇതിലെ ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് നഷ്ടത്തിലുള്ള സ്റ്റോക്കുകൾ എന്നും ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ 200 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങി അത് 150ലേക്ക് വീഴുന്നു. അപ്പോൾ നിങ്ങളുടെ ഈഗോ പറയും, എനിക്കിത് നഷ്ടത്തിൽ വിൽക്കാൻ പറ്റില്ല, ഇത് തിരിച്ചു കയറും. പിന്നീട് 150ലേക്ക് താഴുന്നു. ഇപ്പോൾ നിങ്ങളുടെ പേടിയോടൊപ്പം കുറച്ച് പ്രതീക്ഷയും കലർന്നിട്ടുണ്ടാവും. നിങ്ങളോട് തന്നെ സ്വയം പറയും, വാങ്ങിയ വിലയിൽ എത്തുമ്പോൾ ഞാൻ വിൽക്കും. നിങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ അത് 100 രൂപയിലെത്തും. ഇപ്പോഴത്തെ വിലയിൽ വാങ്ങാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു സ്റ്റോക്കിലെ ആക്സിഡന്റൽ ലോങ് ടേം ഇൻവെസ്റ്ററായി നിങ്ങൾ മാറിയിരിക്കുകയാണ്. ഇതാണ് ലോസ് അവേർഷൻ എന്ന സൈക്കോളജിക്കൽ പ്രശ്നം. ഇവിടെ ലാഭം കിട്ടുന്നതിന്റെ സന്തോഷത്തിന്റെ ഇരട്ടി ശക്തിയാണ് നഷ്ടം സംഭവിക്കുമ്പോഴുള്ള വേദനയ്ക്ക്. ചെറിയൊരു നഷ്ടം സഹിച്ച് നമുക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കുന്നതിന് പകരം നമ്മുടെ ക്യാപിറ്റൽ പതിയെ പതിയെ ഇല്ലാതാകുന്നത് നോക്കിയിരിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ ആ ഒരു സൈൻ എന്ന് പറയുന്നത് ഇതിന് നേരെ വിപരീതമാണ്, പക്ഷെ അത്ര തന്നെ അപകടകാരിയുമാണ്. ലാഭത്തിലുള്ള സ്റ്റോക്കുകൾ നേരത്തെ വിൽക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു സൈൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു മികച്ച കമ്പനിയുടെ സ്റ്റോക്ക് 500 രൂപയ്ക്ക് വാങ്ങുന്നു, പെട്ടെന്ന് തന്നെ 550ലേക്ക് ഉയരുന്നു. അപ്പോൾ നഷ്ടപ്പെടുമോ എന്ന അതേ പേടി മറ്റൊരു രൂപത്തിൽ വരും. ആ ശബ്ദം ഇപ്പോൾ പറയുന്നത് വേഗം പ്രോഫിറ്റ് ബുക്ക് ചെയ്യില്ലെങ്കിൽ ഉള്ള പ്രോഫിറ്റും കൂടെ പോകും. ഈ ഒരു വിന്നറെ ലൂസറാകാൻ അനുവദിക്കരുത്. അങ്ങനെ നിങ്ങൾ ചെറിയൊരു ലാഭം എടുത്ത് അത് വിറ്റൊഴിവാകും. ഒരു വർഷം കഴിഞ്ഞ ആ സ്റ്റോക്ക് 1000 അല്ലെങ്കിൽ 1500 ഒക്കെ ആയിട്ട് മുകളിലേക്ക് കുതിക്കുന്നത് നിങ്ങൾ വേദനയോടെ നോക്കിക്കാണും. ചെറിയൊരു ലാഭം നഷ്ടപ്പെടുമോ എന്ന നിങ്ങളുടെ പേടി ജീവിതം മാറ്റിമറിക്കുന്ന വലിയൊരു നേട്ടമാണ് ഇല്ലാതാക്കുന്നത്. നഷ്ടത്തിലുള്ളവയെ മുറുകെ പിടിക്കുകയും ലാഭത്തിലുള്ളവയെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഈ വിനാശകരമായിട്ടുള്ള സൈക്കിളിന് കാരണം ഒറ്റ കാര്യമാണ്: തെറ്റുപറ്റുന്നത് ഒരു പരാജയമായിട്ട് കാണുന്നത് തന്നെയാണ്. ഓരോ ട്രേഡിനെയും നമ്മളുടെ ബുദ്ധിയുടെ ഒരു പരീക്ഷണമായിട്ടാണ് നമ്മൾ കാണുന്നത്. മാർക്കറ്റ് നമ്മളോട് നിനക്ക് തെറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈഗോയ്ക്ക് അത് താങ്ങാൻ കഴിയില്ല. ഒന്നുകിൽ അത് നമ്മൾ ആ ഒരു തെളിവുകളെ അവഗണിച്ച് ഹോൾഡ് ചെയ്യും, അല്ലെങ്കിൽ ചെറിയൊരു ലാഭം എടുത്ത് കളിയിൽ നിന്ന് ഓടിപ്പോകും. ഏത് വഴിക്കായാലും അവസാനം നമ്മൾ തോൽക്കും. ഇതാണ് ആ കൈപ്പുള്ള സത്യം. അപ്പൊ നമുക്ക് ആ ഒരു 7 ലക്ഷം രൂപയുടെ നഷ്ടത്തിലേക്ക് തിരിച്ചു വരാം. എല്ലാവരും ബുള്ളിഷ് ആയിരുന്ന പോപ്പുലർ മിഡ് ക്യാപ് സ്റ്റോക്കിലായിരുന്നു അതൊരു ഉറപ്പുള്ള കാര്യമാണെന്ന് സ്വയം വിശ്വസിക്കുകയും എന്റെ ക്യാപിറ്റലിന്റെ വലിയൊരു ഭാഗം ഞാൻ അതിൽ നിക്ഷേപിക്കുകയും ചെയ്തു. പക്ഷെ സ്റ്റോക്ക് താഴേക്ക് വിടാൻ തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്യരുതെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാൻ ഹോൾഡ് ചെയ്തു, ഞാൻ ആവറേജ് ഡൗൺ ചെയ്തു, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക വരെ ചെയ്തു. ഒടുവിൽ സാമ്പത്തികവും മാനസികമായിട്ടുള്ള വേദന സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ വലിയൊരു നഷ്ടത്തിൽ ഞാനത് എക്സിറ്റ് ചെയ്തു. ഒരാഴ്ചയോളം ഞാൻ തകർന്നിരുന്നു. പക്ഷേ പിന്നീട് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ ഞാൻ എന്നെ തന്നെ നിർബന്ധിച്ചു. ആ സംഭവം മറക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ കീറി മുറിച്ച് പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ എന്റെ ജേർണൽ തുറന്ന് എല്ലാം എഴുതി വെച്ചു. എന്തിനാണ് ഞാനത് വാങ്ങിയത്? എന്റെ സ്വന്തം റിസർച്ചിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ അതോ സോഷ്യൽ മീഡിയ ഹൈപ്പ് കണ്ടായിരുന്നോ? എന്റെ ആദ്യത്തെ ഐഡിയ തെറ്റായി പോയി എന്ന് എപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്? എന്തുകൊണ്ടാണ് ആ നിമിഷം ഞാൻ വിട്ടുമാറിയില്ല? അപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ആ നഷ്ടമായിരുന്നില്ല യഥാർത്ഥ പ്രശ്നം. സ്റ്റോക്ക് വീഴാൻ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ തെറ്റ് ചെയ്തിരുന്നു. എനിക്ക് തെറ്റ് പറ്റിയാൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു പ്ലാൻ ഇല്ലാത്തതായിരുന്നു എന്റെ തെറ്റ്. ആ നിമിഷം ഞാൻ അത് അംഗീകരിച്ചപ്പോൾ എല്ലാം മാറി. ഓരോ നഷ്ടവും എനിക്ക് തെറ്റ് പറ്റുന്ന ഓരോ നിമിഷവും മാർക്കറ്റിൽ നിന്നുള്ള ശുദ്ധമായിട്ടുള്ള ഫിൽട്ടർ ചെയ്യാത്ത ഡേറ്റയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതൊരു ഫീഡ്ബാക്ക് ആയിരുന്നു. അതിനോട് പോരാടുന്നതിന് പകരം ആ ഒരു ഫീഡ്ബാക്ക് കോൾ പഠിച്ചാൽ എന്റെ ഏറ്റവും വലിയ ബലഹീനതയെ എനിക്ക് ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി, എനിക്ക് തെറ്റ് പറ്റുന്നത് ഇഷ്ടമാണ്. കാരണം മെച്ചപ്പെടാനുള്ള ഒരേ ഒരു വഴി തെറ്റുപറ്റുന്നത് തന്നെയാണ്.
ഈ ഒരു മൈൻഡ് സെറ്റ് സ്വീകരിക്കുന്നതിന് ഒരു ഫിലോസഫിക്കൽ മാറ്റം മാത്രമല്ല, അതൊരു സ്ട്രാറ്റജിക്കൽ മാറ്റം കൂടിയാണ്. നിങ്ങളുടെ ഏറ്റവും മോശം സ്വഭാവങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ആ സിസ്റ്റത്തിന്റെ പ്രായോഗികവും പ്രവർത്തനക്ഷമവുമായിട്ടുള്ള 3 പില്ലറുകൾ നമ്മളിവിടെ മനസ്സിലാക്കിയാണ്. ഒന്നാമത്തെ പില്ലർ, എല്ലാ ട്രേഡിനെയും ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് കാണുക എന്നുള്ളതാണ്. ഇനി മുതൽ നിങ്ങൾ വെറുതെ ഒരു സ്റ്റോക്ക് വാങ്ങുകയല്ല, നിങ്ങൾ ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുകയാണ്. ഏതൊരു ട്രേഡിൽ പ്രവേശിക്കുന്നതിന് മുമ്പും നിങ്ങൾ 2 കാര്യങ്ങൾ എഴുതി വെക്കണം. ഒന്നാമത്തേത്, നിങ്ങളുടെ ഹൈപ്പോത്തിസിസ് സ്റ്റോക്ക് മുകളിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാരണം നിങ്ങളുടെ വ്യക്തവും കൃത്യമായിട്ടുള്ള കാരണങ്ങൾ അവിടെ ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. രണ്ടാമതായിട്ട്, നിങ്ങളുടെ ഇൻവാലിഡേഷൻ പോയിന്റ്. ഒരു പ്രത്യേക സംഭവം നടന്നാൽ എന്റെ ഹൈപ്പോത്തിസിസ് തെറ്റാണെന്ന് തെളിയും. ഈ സംഭവം മിക്കപ്പോഴും ഒരു പ്രൈസ് ലെവൽ ആയിരിക്കണം. അത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. ഒരു സ്റ്റോപ്പ് ലോസ് പരാജയത്തിന് സമ്മതമല്ല, അത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു പരാജയപ്പെട്ട എക്സ്പെരിമെന്റിന്റെ യുക്തിപരമായിട്ടുള്ള അവസാനമാണ്. ഇത് നിങ്ങളുടെ അച്ചടക്കത്തെ ഓട്ടോമാറ്റ് ചെയ്യുന്നു. പ്രൈസ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിൽ എത്തുമ്പോൾ തീരുമാനം നേരത്തെ എടുത്തു കഴിഞ്ഞു. നിങ്ങൾ ചിന്തിക്കുകയോ വിഷമിക്കുകയോ വേണ്ട, നിങ്ങൾ ജസ്റ്റ് പ്രവർത്തിച്ചാൽ മാത്രം മതി. ഇനി രണ്ടാമത്തെ ഒരു പില്ലർ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ തെറ്റുകൾ താങ്ങാനാവുന്നതാക്കുക. തെറ്റു പറ്റുന്നത് നിങ്ങളെ തകർത്ത് കളയുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തെറ്റുകളെ സ്നേഹിക്കാൻ കഴിയൂ. ഇവിടെയാണ് പൊസിഷൻ സൈസിങ് വളരെ നിർണായകമാകുന്നത്. നിങ്ങളുടെ മൊത്തം ഇൻവെസ്റ്റിംഗ് ക്യാപിറ്റലിന്റെ 1 to 2% കൂടുതൽ ഒരു ഐഡിയയിലും റിസ്ക് എടുക്കില്ല എന്നൊരു വിട്ടുവീഴ്ചയില്ലാത്ത നിയമം നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾക്ക് 5 ലക്ഷത്തിന്റെ പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ ഒരു ട്രേഡിംഗിൽ 5000-ൽ നിന്ന് 5000 മുതൽ 10000-ൽ കൂടുതൽ നഷ്ടം വരാൻ പാടില്ല എന്നുള്ളത് ഉറപ്പാക്കണം. ഇതിനർത്ഥം നിങ്ങൾ 5000 മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല, നിങ്ങളുടെ എൻട്രി പ്രൈസും സ്റ്റോപ്പ് ലോസ് പ്രൈസും തമ്മിലുള്ള ദൂരം നിങ്ങൾ വാങ്ങുന്ന ഷെയറുകൾ എണ്ണം കൊണ്ട് ഗുണിക്കുമ്പോൾ നിങ്ങളുടെ റിസ്ക് ലിമിറ്റിനേക്കാൾ കൂടരുത് എന്നുള്ളതാണ്. നിങ്ങളുടെ നഷ്ടങ്ങൾ ചെറുതാക്കി വെക്കുന്നതിലൂടെ അതൊരു സാമ്പത്തിക ദുരന്തമായി കാണാതെ വിലയേറിയ ഒരു പാഠത്തിന് മാർക്കറ്റിൽ നൽകുന്ന ഒരു ട്യൂഷൻ ഫീസായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. മൂന്നാമത്തെ പില്ലർ, മിസ്റ്റേക്ക് ജേർണൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ടൂൾ. നിങ്ങളൊരു ട്രേഡ് ക്ലോസ് ചെയ്യുമ്പോഴെല്ലാം ജയമായാലും തോൽവിയായാലും അത് നിങ്ങൾ രേഖപ്പെടുത്തണം. എന്നാൽ നിങ്ങൾ നഷ്ടപ്പെട്ട ട്രേഡുകളെ കുറിച്ച് നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തണം എന്നുള്ളതാണ്. എന്തായിരുന്നു എന്റെ യഥാർത്ഥ ഹൈപ്പോത്തിസിസ്? എന്തുകൊണ്ടാണ് അത് പരാജയപ്പെട്ടത്? എന്റെ അനാലിസിസിന്റെ ഒരു പിഴവായിരുന്നോ അതോ മാർക്കറ്റിൽ അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവിക്കുകയാണോ ഉണ്ടായത്? ട്രേഡിൽ പ്രവേശിക്കുമ്പോഴും പുറത്തു കിടക്കുമ്പോഴും എന്റെ ഇമോഷൻ സ്റ്റേറ്റ് എന്തായിരുന്നു? ഞാൻ ഗ്രീഡി ആയിരുന്നോ അല്ലെങ്കിൽ ഞാൻ ടെൻഷനുള്ള ആളായിരുന്നോ? ഇതൊക്കെ ഞാൻ ഇവിടെ എഴുതി വെക്കേണ്ടതാണ്. ഇതിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിയുന്ന വ്യക്തമായിട്ടുള്ള പാഠം എന്താണ്? അതുകൂടി നമ്മൾ എഴുതി വെക്കേണ്ടതുണ്ട്. എല്ലാ മാസവും ഈ ഒരു ജേർണൽ റിവ്യൂ ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം പ്രകടനത്തിന്റെ ഗെയിം ടേപ്പ് കാണുന്നത് പോലെയാണ്. നിങ്ങളുടെ തെറ്റുകളിലെ പാറ്റേണുകൾ നിങ്ങൾ കാണാൻ തുടങ്ങും. ഒരുപക്ഷെ നിങ്ങൾ എപ്പോഴും ഹൈപ്പുകളിൽ വീണു പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രത്യേക സെക്ടറിനെ കുറിച്ച് നിങ്ങൾ സ്ഥിരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടാവും. ഈ ജേർണലിൽ നിങ്ങളുടെ തെറ്റുകളെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആക്കി മാറ്റും. നഷ്ടങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഈ സിസ്റ്റമാറ്റിക് സമീപനം നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുവെങ്കിൽ മാർക്കറ്റിനെ ഭയപ്പെടുന്നത് നിർത്തി അതിൽ നിന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഒരു നിമിഷമെടുത്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. മികച്ച ഒരു ഇൻവെസ്റ്റർ ആകാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രായോഗികവും അതുപോലെ തന്നെ സൈക്കോളജിക്കലുമായിട്ടുള്ള സ്ട്രാറ്റജികളിലാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേരാം. പക്ഷേ ഈ മൈൻഡ് സെറ്റ് എന്നത്തെക്കാളും ഇപ്പോൾ വളരെ നിർണായകമാണ്. 2025-ൽ നമ്മൾ കണ്ടതുപോലെ ഇന്ത്യൻ മാർക്കറ്റ് പല ദിശകളിലേക്ക് വലിക്കപ്പെടുകയാണ്. ഒരു വശത്ത് ശക്തമായിട്ടുള്ള ഡൊമസ്റ്റിക് SIP ഫ്ലോകൾ അവിശ്വസനീയമായിട്ടുള്ള സപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. ഇത് FII സെല്ലിങ്ങിനെതിരെ ഒരു ശക്തമായിട്ടുള്ള പ്രതിരോധമായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു ഹൈപ്ഡ് ആപ്പ് തീം മാർക്കറ്റിൽ പിടിമുറുക്കുകയും മറ്റെല്ലാവരും പണമുണ്ടാക്കുന്നത് നിങ്ങൾ കാണുകയും ചെയ്യുമ്പോൾ അതിൽ ചാടി വീഴാനുള്ള ഇമോഷണൽ പ്രേരണ വളരെ വലുതാണ്. എന്നാൽ തെറ്റുപറ്റുന്നത് ഇഷ്ടപ്പെടുന്ന ഇൻവെസ്റ്റർ വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുന്നു. അവർ ഒരുപക്ഷെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ടെസ്റ്റർ പൊസിഷൻ മാത്രം എടുത്തേക്കാം. പക്ഷെ അവരുടെ സ്റ്റോപ്പ് ലോസ് വളരെ ടൈറ്റ് ആയിരിക്കും. ട്രെൻഡ് മാറുകയാണെങ്കിൽ അവർ ചെറിയ താങ്ങാനാവുന്ന ഒരു നഷ്ടത്തിൽ പുറത്തു കിടക്കും. മറ്റുള്ളവർ തിരിച്ചുവരവിനായിട്ട് പ്രാർത്ഥിച്ചു കുടുങ്ങി കിടക്കുമ്പോൾ ഇവർ തങ്ങളുടെ ക്യാപിറ്റൽ സംരക്ഷിക്കും. FIകൾ പണം പിൻവലിക്കുകയും മാർക്കറ്റ് കറക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇമോഷണൽ ഇൻവെസ്റ്റേഴ്സ് പരിഭ്രാന്തരായിട്ട് എല്ലാം നിൽക്കുന്നു. എന്നാൽ തെറ്റുപറ്റുന്നത് ഇഷ്ടപ്പെടുന്ന ഇൻവെസ്റ്റർ അതിനെ ഒരു അവസരമായിട്ട് കാണുന്നു. അവർ തങ്ങളുടെ മാച്ച് ലിസ്റ്റിലുള്ള മികച്ച കമ്പനികളെ നോക്കും. മികച്ച വിലകളിലുള്ള പുതിയ ഹൈപ്പോത്തിസിസുകൾ പരീക്ഷിക്കാൻ മാർക്കറ്റ് ഒരു അവസരം നൽകിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അവർക്ക് ഡ്രോ ഡൗണിനെ ഭയമില്ല, കാരണം അവരുടെ മുഴുവൻ സിസ്റ്റവും അതിജീവിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്. ഈ ഒരു സമീപനം നിങ്ങളുടെ വാർത്തകൾക്കും വികാരങ്ങൾക്കും അനുസരിച്ച് ആടിയുലയുന്ന ഒരു മാർക്കറ്റ് വിക്ടം എന്ന നിലയിൽ നിന്ന് ഒരു മാർക്കറ്റ് സയന്റിസ്റ്റ് ആക്കി മാറ്റും. ഓരോ സംഭവവും നല്ലതായാലും ചീത്തയായാലും നിങ്ങളുടെ സ്ട്രാറ്റജി മെച്ചപ്പെടുത്താനുള്ള കൂടുതൽ ഡേറ്റ മാത്രമാണ് നൽകുന്നത്. അപ്പൊ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. വർഷങ്ങളോളം ഒരിക്കലും തെറ്റ് പറ്റരുത് എന്നതായിരുന്നു ലക്ഷ്യമെന്ന് ഞാൻ കരുതി. എനിക്ക് തെറ്റി. യഥാർത്ഥ ലക്ഷ്യം ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിയാലും പ്രശ്നമില്ലാത്ത അത്ര ശക്തമായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ദീർഘകാല വിജയം കെട്ടിപ്പടുക്കുന്നത് നിങ്ങളുടെ അച്ചടക്കത്തിലാണ്, അല്ലാതെ ഭാവി പ്രവചിക്കാനുള്ള നിങ്ങളുടെ കഴിവിലല്ല. അതുകൊണ്ട് തന്നെ ഓരോ ട്രേഡിനെയും വ്യക്തമായിട്ടുള്ള ഇൻവാലിഡേഷൻ പോയിന്റ് ഉള്ള ഒരു ഹൈപ്പോത്തിസിസ് ആയിട്ട് കണക്കാക്കുക. നിങ്ങളുടെ ക്യാപിറ്റലിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം റിസ്ക് എടുത്തുകൊണ്ട് നിങ്ങളുടെ തെറ്റുകൾ താങ്ങാനാവുന്നതാക്കുക. ഓരോ നഷ്ടത്തെ
ഓരോരുത്തരെയും വ്യക്തമായിട്ട് പാഠമാക്കി മാറ്റാൻ ജേർണലായിട്ട് സൂക്ഷിക്കുക. നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് ഓടിപ്പോകുന്നത് നിർത്തുക, അവയെ സ്വീകരിക്കുക, അവയെ പഠിക്കുക, അവയിൽ നിന്ന് പഠിക്കുക. നഷ്ടപ്പെടുമോ എന്ന പേടിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ യഥാർത്ഥ നാശമുണ്ടാക്കുന്നത്. എന്നാൽ എപ്പോൾ നിങ്ങൾ തെറ്റുപറ്റുന്നത് ഇഷ്ടപ്പെടാൻ പഠിക്കുന്നുവോ അപ്പോൾ നിങ്ങൾ അതിന്റെ ശക്തി ഇല്ലാതാക്കുന്നു എന്ന് തന്നെ പറയാം. നിങ്ങൾ നിങ്ങളുടെ വേദനയെ ഡേറ്റയെ ലാഭമായി മാറ്റുന്നു. നിങ്ങളുടെ അടുത്ത വലിയ വിജയം തെറ്റുകൾ ഒഴിവാക്കുന്നതിലൂടെയല്ല, മറിച്ച് അവയുടെ മലമുകളിൽ നിൽക്കുന്നതിലൂടെ ആയിരിക്കും എന്ന് മാത്രമാണ്. ഇനി എനിക്ക് നിങ്ങളിൽ നിന്ന് ഒരു കാര്യം കേൾക്കാനുണ്ട്. ഒരു നഷ്ടപ്പെട്ട ട്രേഡ് നിങ്ങളെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? സത്യസന്ധമായിരിക്കുക. നിങ്ങളുടെ കഥ താഴെ കമന്റുകളിൽ പങ്കുവയ്ക്കുക. നമുക്ക് പരസ്പരം പഠിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.